ഞാൻ ഡോക്ടർ റിനറ്റ് സെബാസ്റ്റ്യൻ, സീനിയർ കൺസൾട്ടന്റ് കാർഡിയോതൊറാസിക് സർജൻ, അപ്പോളോ മെഡ്ലിക്സ് ഹോസ്പിറ്റൽ അണ്ടമാൻ. എക്മോ, എക്സ്ട്രാ കോർപ്പോറിയൽ മെംബ്രെയിൻ ഓക്സിജനേഷൻ, ഒരു മിറാക്കിൾ മെഷീൻ ആയിട്ടാണ് ഇന്ന് അറിയപ്പെടുന്നത്. കാരണം ഹൃദയവും ശ്വാസകോശവും പ്രവർത്തനം നിലച്ച രോഗികളിൽ കുറച്ചു കാലം മുമ്പ് വരെ നമുക്ക് ഒരു പോംവഴിയും ഇല്ലായിരുന്നു. വെന്റിലേറ്ററിന്റെ സഹായത്തോടു കൂടി കൃത്രിമ ശ്വാസോച്ഛ്വാസം കൊടുത്തിട്ടും രക്ഷിക്കാൻ കഴിയാത്ത പേഷ്യൻസിന് മെഡിക്കൽ സമൂഹം കൈവിടുകയായിരുന്നു പതിവ്. എങ്കിൽ വെന്റിലേറ്റർ സഹായത്തോടു കൂടിയും ജീവൻ നിലനിർത്താൻ സാധ്യമല്ലാത്ത രോഗികൾ ഹൃദയത്തിന്റെയും ശ്വാസകോശത്തിന്റെയും പ്രവർത്തനം പൂർണ്ണമായി പുറത്ത് താൽക്കാലികമായി നടത്തിവരുന്ന ഒരു പ്രക്രിയയാണ് എക്സ്ട്രാ കോർപ്പോറിയൽ മെംബ്രെയിൻ ഓക്സിജനേഷൻ അഥവാ എക്മോ. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇതൊരു താൽക്കാലിക സംവിധാനം. പെർമനന്റ് ആയി ഒരു രോഗിയെ നമ്മൾ എക്മോയിലേക്ക് മാറ്റുകയില്ല. പകരം ശ്വാസകോശത്തിന്റെയും ഹൃദയത്തിന്റെയും പ്രശ്നങ്ങൾ അതെത്ര ഗുരുതരമായി പ്രശ്നമായിരുന്നാൽ തന്നെ തിരിച്ചു വരാൻ ഒരു സാധ്യതയുണ്ടെങ്കിൽ, റിക്കവർ ചെയ്യാൻ ഒരു പോസിബിലിറ്റി ഉണ്ടെങ്കിൽ, ആ തിരിച്ചു വരുന്നത് വരെ ഹൃദയത്തിന്റെയും ശ്വാസകോശത്തിന്റെയും അസുഖം ഭേദമാകുന്നത് വരെ ഈ ജോലികൾ ചെയ്യാൻ, ഹൃദയവും ശ്വാസകോശവും ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ജോലികൾ ചെയ്യാൻ പുറത്ത് ഒരു മെഷീനായിട്ട് ആക്ട് ചെയ്യും. തീർച്ചയായും സങ്കീർണമായ പ്രക്രിയയാണ്. അശുദ്ധരക്തം മുഴുവൻ പുറത്തെടുക്കുന്നു, ഒരു മെഷീനിൽ നമ്മൾ കൊടുക്കുന്നു, തിരിച്ച് ശുദ്ധരക്തം ശരീരത്തിലേക്ക് പമ്പ് ചെയ്യുന്നു. രക്തം പുറത്ത് ട്യൂബ് വഴി ഒഴുകുമ്പോൾ അണുബാധ ഉണ്ടാകാൻ, ബ്ലീഡിംഗ് ഉണ്ടാകാൻ, മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ ഒക്കെ സാധ്യതകളുണ്ടെങ്കിലും വളരെ അഡ്വാൻസ്ഡ് ആയ മോണിറ്ററിങ്ങോടുകൂടി വളരെ സൂക്ഷ്മമായി പരിശോധിച്ച് ഒരുപാട് ആൾക്കാരുടെ സഹായത്തോടുകൂടി ക്രിട്ടിക്കൽ കെയർ നഴ്സ്, പെർഫ്യൂഷനിസ്റ്റ്, ക്രിട്ടിക്കൽ കെയർ ഡോക്ടർ, വാസ്കുലർ സർജൻ എന്നിവരുടെയൊക്കെ ക്ലോസ് മോണിറ്ററിങ്ങോടുകൂടി വളരെ സേഫായി തന്നെ മുൻപോട്ട് കൊണ്ടുപോകുന്ന ഒരു പ്രക്രിയയാണ്. അതുകൊണ്ട് ചെറുപ്പക്കാരിൽ പ്രത്യേകിച്ച് ജീവൻ അപകടത്തിലാവുന്ന അവസ്ഥകളിൽ വെന്റിലേറ്ററിന്റെ സഹായത്തോടുകൂടെ പോലും ജീവൻ നിലനിർത്താൻ സാധിക്കാതെ വരുന്ന അവസ്ഥയിൽ തീർച്ചയായും എക്മോ പരിഗണിക്കപ്പെടണം. താൽക്കാലികമായി എക്മോ സപ്പോർട്ടിലൂടെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നവർ ധാരാളമാണ്. ഭയം കൂടാതെ എക്മോ ചികിത്സയെ സ്വീകരിക്കുക തന്നെ.